ഹായ് ഓൾ, എല്ലാവർക്കും അഹവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അഹവ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, വേർബ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനൈറ്റ് വേർബിൻ്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് മെയിൻ ഓർ ലെക്സിക്കൽ വേർബ്. അതിനെക്കുറിച്ചും അതിൻ്റെ 6 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചും പഠിക്കും. അതോടൊപ്പം നമ്മൾ ലിങ്കിങ് ഓർ കോപ്പുലാർ വേർബിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെയിൻ ഓർ ലെക്സിക്കൽ വെർബ്, അതിൻ്റെ 6 ക്ലാസിഫിക്കേഷൻസ് ഏതാണ്, സ്റ്റേറ്റീവ് ഓർ ഡൈനാമിക്, അതിനുശേഷം റെഗുലർ ഓർ ഇറഗുലർ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫൈനൈറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള ലിങ്കിങ് ഓർ കോപ്പുലാർ വേർബിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ലെസൺ മാറ്റ്. സോ ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സബ്ജക്റ്റിനനുസരിച്ച് വേരിയേഷൻ വരികയാണ്. വേർബിൻ്റെ ഫോംസിന് സബ്ജക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അനുസരിച്ച് ടെൻസിനനുസരിച്ച് വേരിയേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. ആ ഫൈനൈറ്റ് വേർബിൻ്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മെയിൻ ഓർ ലെക്സിക്കൽ വേർബ്. മെയിൻ ഓർ ലെക്സിക്കൽ വേർബ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഫിസിക്കൽ ആക്ഷൻ, നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ഓർ ലെക്സിക്കൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഉദാഹരണങ്ങളിലൂടെ പോയി നമുക്ക് ഈ ഓരോ സെൻറ്റൻസിലെ മെയിൻ വേർബ് ഏതാണെന്ന് മനസ്സിലാക്കാം. ഐ വോണ്ട് ഫുഡ് നൗ. എനിക്ക് ഫുഡ് വേണം. സോ എനിക്ക് ഫുഡ് വേണം, ഐ വോണ്ട്. അപ്പോൾ അവിടെ വോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെ കാണിക്കും, ഈ ഒരു ആഗ്രഹത്തെ കാണിക്കുന്നു. ഐ വോണ്ട് ഫുഡ്, എനിക്ക് ഫുഡ് വേണം. അവിടെ ഒരു ഫിസിക്കൽ ആക്ഷൻ ഇല്ല, പകരം ഒരു സ്റ്റേറ്റ് ആണുള്ളത്. ഓക്കെ, പക്ഷേ അവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫിസിക്കൽ ആക്ഷനോ സ്റ്റേറ്റോ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സ്റ്റേറ്റ് ആണ്. ഐ വോണ്ട് ഫുഡ് നൗ, എനിക്ക് ഫുഡ് ഇപ്പോൾ വേണം. രണ്ടാമത്തെ സെൻറ്റൻസ്, ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഹീ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മെയിൻ, അപ്പോൾ അവിടെ ഒരു മെയിനായിട്ടൊരു വേർബൊന്നും നമ്മൾ കാണുന്നില്ല, ഫിസിക്കൽ ആക്ഷൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുന്നു. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞ ആയ എന്നതിൻ്റെ ആണെങ്കിൽ പ്രസൻറ്റ് ഫോമാണ് ഈസ് എന്ന് പറയുന്നത്. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഈസ് ആണ്. അവൻ എൻ്റെ സുഹൃത്താകുന്നു, ആകുന്നു. പറഞ്ഞ് മനസ്സിലായോ? ഈസ് എന്ന് പറയുന്നതാണ് എന്താ ഇവിടുത്തെ മെയിൻ വെർബ്. മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലാവും. ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? പ്ലേയിങ് എന്നുള്ളതാണ്. പ്ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഫോർത്ത് ഫോമാണ് പ്ലേയിങ് എന്നുള്ളത്. ഓക്കെ, സോ അവിടെ പ്ലേ എന്നുള്ളതാണ് മെയിൻ വെർബ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വെർബിനെ സഹായിക്കുന്ന ഓക്സിലറി വെർബാണ്. സോ കണ്ടോ, ഈസ് മെയിൻ വെർബായിട്ടും വന്നു, ഓക്സിലറി വെർബായിട്ടും വന്നു. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നാലാമത്തെ ഉദാഹരണം, ഐ ഹാവ് സം മണി. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഐ ഹാവ് സം മണി. അവിടെ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ ഒരു ഓണർഷിപ്പിനെ കാണിക്കുന്നു. ഇവിടെ ഹാവിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. അപ്പോൾ ഹാവിന് അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസുകൾ ശ്രദ്ധിക്കണം, കാരണം ഓരോ സ്ഥാനത്തും ഓരോ വേർഡിന് പല അർത്ഥങ്ങളായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കണം. ഐ ഹാവ് സം മണി, ഇവിടുത്തെ മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുന്നത് ഹാവ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓൺ എന്നാണ്. ഐ ഓൺ സം മണി. അതിന് പകരം നമ്മളെങ്ങനെ പറഞ്ഞു? ഐ ഹാവ് സം മണി. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ദേ ഡു നോട്ട് ലൈക്ക് മൂവീസ്. ദേ ഡു നോട്ട് ലൈക്ക് മൂവീസ്. അപ്പം ഇവിടെ ഡു എന്ന് പറയുന്നത് ഒരു വേർബാണ്, ലൈക്ക് എന്ന് പറയുന്നത് ഒരു വേർബാണ്. അപ്പോൾ അതിലേതാണ് മെയിൻ വേർബ്? ദേ ഡു നോട്ട് ലൈക്ക് മൂവി. അവർക്ക് മൂവി ഇഷ്ടമല്ല. അപ്പം മെയിൻ വെർബ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് പറയാൻ സഹായിക്കുന്നുണ്ട്,
അപ്പം അല്ലെങ്കിൽ ഒരു കൺഫേമേറ്റീവ് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് പറയുവാൻ സഹായിക്കുന്നുണ്ട്. സോ ഇവിടെ ലൈക്ക് എന്നുള്ളതാണ് മെയിൻ, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് മെയിൻ വെർബ്. അതിനെ സഹായിക്കുന്ന ഓക്സിലറി വെർബാണ് ഡു എന്ന് പറയുന്നത്. സോ ഈ ബി, ഡു, ഹാസ് ഇതൊക്കെ എപ്പോഴും ഓക്സിലറി ആയിരിക്കും, പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഹാസിൻ്റെ പ്ലൂറൽ ഫോമാണ് ഹാവ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. റോയി ഹാസ് ഒബ്സർവ് ദ ബേർഡ്സ്. റോയി പക്ഷികളെ വീക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രസൻറ്റ് ടെൻസിൽ പൂർത്തിയായൊരു പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണിത്. റോയി ഹാസ് ഒബ്സർവ്ഡ് ദ ബേർഡ്സ്. അവൻ എന്ത് ചെയ്തു? പക്ഷികളെ വീക്ഷിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം റോയി ഹാസ് കണ്ടോ. അപ്പം അവിടെ ഹാസ് എന്ന് പറയുന്നത് ഹാവിൻ്റെ സിംഗുലർ ഫോമാണ്. അതെന്തായിട്ടാണ് വന്നത്? ഓക്സിലറി വെർബാണ്. അവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഒബ്സർവിൻ്റെ പാസ്റ്റ് ടെൻസായ ഒബ്സർവ്ഡ്. റോയി ഹാസ് ഒബ്സർവ്ഡ് ദ ബേർഡ്സ്. ഏഴാമത്തെ, ഐ പുൾഡ് ദ കർട്ടൻ. പുൾഡ് ചെയ്യുക അല്ലെ, വലിക്കുക. അവിടെ ഒരു ഫിസിക്കൽ ആക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒബ്സർവ്ഡ് എന്ന് പറയുന്നതും അതൊരു ഫിസിക്കൽ ആക്ഷനാണ്. നമ്മൾ കണ്ണുകൾ കൊണ്ട് വീക്ഷിക്കുക അല്ലെ, നോക്കുക എന്നുള്ളതാണ്, ഒരു ഫിസിക്കൽ ആക്ഷനാണ്. അടുത്തത് എട്ടാമത്തെ, ഐ ഹാവ് നോട്ട് തിങ്ക് ടു ഡിസ്റ്റർബ് ദ ടയേർഡ് മം. ഇതൊരു ട്രിക്കി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഐ ഹാവ് നോട്ട് തിങ്ക് ടു ഡിസ്റ്റർബ് ദ ടയേർഡ് മം അല്ലേ. അവിടെ എത്ര വേർബ്സ് ഉണ്ട്? ഹാവ് ഒരു വേർബാണ് അല്ലേ, തിങ്ക് ഒരു വേർബാണ്, ഡിസ്റ്റർബ് ഒരു വേർബാണ്, ടയേർഡ് ഒരു വേർബാണ്. ഓക്കെ, ഇതിൽ മെയിൻ വെർബ് ഏതാണ്? ഓക്കെ, ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, കാരണം അത് മെയിൻ വെർബിനെ സഹായിക്കുന്നു. തിങ്ക്, ഐ ഹാവ് നോട്ട് തിങ്ക് ടു ഡിസ്റ്റർബ് ദ ടയേർഡ് മം. ഓക്കെ, ടയേർഡ്, ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, അത് അഡ്ജക്റ്റീവാണ്. ഓക്കെ, അഡ്ജക്റ്റീവാണ്. പറഞ്ഞ മനസ്സിലായോ? ടയേർഡ് മം, ക്ഷീണിതയായ അമ്മ. അപ്പം ആ മം എന്ന് പറയുന്ന നൗണിനെ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുകയാണ് ടയേർഡ് ചെയ്യുന്നത്. സോ അത് മെയിൻ വെർബ് അല്ല. ടു ഡിസ്റ്റർബ് അല്ലേ, ടു ഡിസ്റ്റർബ്, ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റീവ് ഫോമാണ്. അതും എന്തല്ല? മെയിൻ വെർബ് അല്ല. സോ ഇവിടെ മെയിൻ വെർബ് എന്ന് പറയുന്നത് തിങ്ക് എന്നുള്ളതാണ്. ഐ ഹാവ് നോട്ട് തിങ്ക് ടു ഡിസ്റ്റർബ് ദ ടയേർഡ് മം. പറഞ്ഞ് മനസ്സിലായോ? സോ ടയേർഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, ഇ ഡി ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. ടു ഡിസ്റ്റർബ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവാണ്. ഓക്കെ, അത് മെയിൻ വെർബ് അല്ല. ഐ ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ മെയിൻ ഓർ ഓക്സിലറി മീൻസ് അപ്പം മെയിൻ ഓർ ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ആ സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ഓർ ലെക്സിക്കൽ വെർബിനെ നമ്മൾ 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് വെർബ്സ്. ഓക്കെ, വേഗത്തിൽ പറഞ്ഞു. സ്റ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ആക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സ്റ്റേറ്റീവ് വെർബ് ഡിനോട്ട്സ് സ്റ്റേറ്റ്സ്, ഒക്കുറൻസ്, സിറ്റുവേഷൻസ്. അപ്പോൾ സ്റ്റേറ്റീവ് വെർബ് എന്തൊക്കെയാണ്? സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒക്കുറൻസിനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു സിറ്റുവേഷനെ റെപ്രസെൻ്റ് ചെയ്യാം. ഡൈനാമിക് വെർബ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫിസിക്കൽ ആക്ഷനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഐ ഹാവ് എ ന്യൂ കാർ. എനിക്ക് ഒരു കാർ ഉണ്ട് അല്ലേ, അതൊരു സിറ്റുവേഷനാണ്. സോ അതെന്താണ്? സ്റ്റേറ്റീവ് വെർബാണ്. ഷീ ഓൺസ് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. ഓക്കെ, അതും ഒരു സിറ്റുവേഷനാണ്, ഫിസിക്കൽ ആക്ഷൻ അവിടെ ഇല്ല. ഷീ ഓൺസ് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. അവൾ ഡൽഹിയിലുള്ള ഒരു ഫ്ലാറ്റ് ഓൺ ചെയ്യുന്നു, അതൊരു സിറ്റുവേഷനെ കാണിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ ആം എന്ന് പറയുന്ന സ്റ്റേറ്റീവ് വെർബാണ്. ഹീ വാസ് ആംഗ്രി. അവൻ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇന്നലെ അല്ലേ, അത് പാസ്റ്റ് സ്റ്റേറ്റിനെ കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ ആം എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റിനെ കാണിച്ചു. ഓക്കെ, ഐ ആം ഹാപ്പി, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ്. ഹീ വാസ് ആംഗ്രി, അവൻ ഇന്നലെ ദേഷ്യമുള്ളവനായിരുന്നു. സോ അതെന്താണ്? സ്റ്റേറ്റിനെ കാണിക്കുന്നു. അഞ്ചാമത്തെ ശ്യാം ഹാസ് ബീറ്റഡ് റാം. ശ്യാം റാമിനെ അടിച്ചു.
പറഞ്ഞ മനസ്സിലായി? അതൊരു ഫിസിക്കലാണ്. അപ്പോൾ അതെന്താണ്? ഡൈനാമിക് വേർബാണ്. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഞാൻ ക്രിക്കറ്റ് കളിച്ചു. പറഞ്ഞ മനസ്സിലായി? അതും എന്താണ്? ഒരു ഡൈനാമിക്കാണ്. ഞാൻ ശാരീരികമായി ഞാനൊരു പ്രവൃത്തി ചെയ്തു. ഓക്കെ, ഇനി പറയാം ഐ പ്ലേ ഡെയിലി. ഞാൻ ദിവസവും കളിക്കും അല്ലേ? അത് അവിടെ എന്താണ്? അതൊരു ഡൈനാമിക് അല്ല, അതൊരു സ്റ്റേറ്റിനെ പറയുകയാണ്. ഞാൻ ദിവസവും കളിക്കും. അവിടെ ഒരു ആക്ഷൻസും നടക്കുന്നില്ല. ഐ പ്ലേ ഡെയിലി അല്ലേ? അപ്പം പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ഒരു ഒരേ വേർഡിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് കണ്ടോ? അത് സിറ്റുവേഷൻസിന്, അതായത് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോന്നും സ്റ്റേറ്റീവ് ആണോ ഡൈനാമിക് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി 7ാമത്തെ, റാം റോട്ട് എ പോയം. റാം ഒരു കവിത എഴുതി. ഓക്കെ, അവിടെ ഒരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അതെന്താണ്? ഡൈനാമിക് ആണ്. ഓക്കെ, സ്റ്റുഡൻസ് മെയ്ഡ് എ ഗാർഡൻ. സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഒരു ഗാർഡൻ ഉണ്ടാക്കി. അത് അവിടെ ഒരു ഫിസിക്കൽ ആക്ഷൻ സംഭവിച്ചു. സോ അതാണ് സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റുവേഷൻസ്, സ്റ്റേറ്റ്സ് ആൻഡ് ഒക്കുറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതേസമയം ഡൈനാമിക് എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ഓർ ഇൻട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിമാൻഡ്സ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതിന് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതിനൊരു ഒബ്ജക്റ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇൻട്രാൻസിറ്റീവ് വേർബ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, നമുക്കത് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഐ വോണ്ട് എന്ന് മാത്രം പറയുകയാണ് അല്ലേ? ഐ വോണ്ട് ഫുഡ്. എനിക്ക് ഭക്ഷണം വേണം അല്ലേ? അപ്പം ഈ ട്രാൻസിറ്റീവ് വേർബ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി വോട്ട് അല്ലെങ്കിൽ ഹൂ. ഐ വോണ്ട് ഹൂ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ഐ വാണ്ട് ഹൂ എന്ന് ചോദിക്കാം അല്ലേ? നിനക്ക് ആരെ ആണ് ആഗ്രഹം അല്ലേ? അങ്ങനെ ചോദിക്കാം. ഐ വോണ്ട് വോട്ട് അല്ലേ? അപ്പം അങ്ങനെ ചോദിച്ച് ഉത്തരം കിട്ടും അല്ലേ? അപ്പം അങ്ങനെയുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് വേർബാണ്. എനിക്ക് ഫുഡ് വേണം. ഓക്കെ, 2ാമത്തെ, ജോൺ ബ്രൂട്ടലി ഹിറ്റഡ് ടോം. ഓക്കെ, ജോൺ ബ്രൂട്ടലി ഹിറ്റഡ് ടോം. ജോൺ അടിച്ചു ആരെ അല്ലേ? ഹൂ. അവിടെ ഒരു ചോദ്യം വന്നു. ജോൺ ഹിറ്റഡ് ഹൂ. ജോൺ ഹിറ്റഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആവുകയില്ല. സോ ഹിറ്റ് എന്ന് പറയുന്ന വേർബ് എന്താണ്? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? റിക്വയർ ചെയ്യുന്നു. സോ അവിടെ വേണ്ടത് ആരെ? അവിടെ ഒരു പ്രവൃത്തി അനുഭവിച്ച ആളാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി അനുഭവിക്കുന്ന ആളാണ്. സോ ഒബ്ജക്റ്റ് വേണം. സോ ജോൺ ബ്രൂട്ടലി ഹിറ്റഡ് ടോം. സോ അവിടെ ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ട്രാൻസിറ്റീവ് വേർബാണ്. ഷീ അറേഞ്ച്ഡ് എ ബസ്. ഷീ അറേഞ്ച്ഡ് വോട്ട്. അവൾ എന്ത് അറേഞ്ച് ചെയ്തു? സോ അവിടെ അറേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. അലി പാസ്ഡ് ജോൺ ഹിസ് ബുക്ക്. അലി പാസ്ഡ് ജോൺ. അലി പാസ്ഡ് ജോൺ വോട്ട്. മനസ്സിലായോ? അപ്പം അലി പാസ്ഡ് ജോൺ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കുന്നത് ആരാണ്? ജോൺ ആണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആരാണ്? ഹിസ് ബുക്കാണ്. ജോണിൻ്റെ ബുക്കാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ട്രാൻസിറ്റീവ് വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും വ്യത്യാസം? മനസ്സിലായോ? അലി പാസ്ഡ് ജോൺ. അലി ജോണിന് കൈമാറി. അലി ജോണിന് കൈമാറി അല്ലേ? അലി ആർക്ക് കൈമാറി അല്ലേ? ജോണിന് കൈമാറി. ജോണിന് എന്ത് കൈമാറി? ഹിസ് ബുക്ക്. അപ്പോൾ ജോൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഹിസ് ബുക്ക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. പറഞ്ഞ് മനസ്സിലായോ? പറഞ്ഞ് വ്യക്തമായല്ലോ. 5ാമത്തെ, ഹി ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ് ഓഫ് ദ വിൻഡോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ഏതാണ്? ബ്രോക്കൺ അല്ലേ? എന്ത് പൊട്ടിച്ചു? ബ്രോക്കൺ എന്ന് ബ്രോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, പൊട്ടിച്ചു, പൊട്ടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പം ഹി ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ് ഓഫ് ദ വിൻഡോ. ഓക്കെ, ഹി ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓഫ് ദ വിൻഡോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പം അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. സോ ബ്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. ദ ടീച്ചർ ഷൗട്ടഡ് അഗ്രസീവ്ലി. ഓക്കെ,
ഇവിടെ ദ ടീച്ചർ ഷൗട്ടഡ് കഴിഞ്ഞ് അഗ്രസീവ്ലി ഉണ്ട്. അഗ്രസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആഡ്വർബ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, പകരം അഗ്രസീവ്ലി എന്നുള്ളത് അതൊരു ആഡ്വർബ് ആണ്. സോ ഷൗട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഐ വെൻറ്റ് ഹോം. ഐ വെൻറ്റ് ഹോം. ഹോം എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, അതിവിടെ ഒബ്ജക്റ്റ് അല്ല. മനസ്സിലായോ? ഞാൻ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോയി അല്ലേ? അവിടെ ഹോം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ല. ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ മാത്രവും ഐ വെൻറ്റ് എന്ന് പറഞ്ഞാലും അത് ഓക്കെയാണ്. സോ വെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഹി സീംസ് പ്രൗഡ്. ഹി സീംസ് പ്രൗഡ്. അവൻ ഗർവമുള്ളവനെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ തോന്നുന്നു. സീംസ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഇവിടെ സീംസ് എന്ന് പറഞ്ഞ് പ്രൗഡ്, അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല അല്ലേ? ഓക്കെ, അവിടെ പ്രൗഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, അഡ്ജക്റ്റീവാണ്. സോ അവിടെ സീംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. സോ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അതേസമയം ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ്. എന്താണ് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ്? അപ്പം നമ്മൾ പറഞ്ഞു, ഏതൊരു വേർബ് എടുത്താലും ക്രിയ എടുത്താലും അതിന് 5 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 5 ഫോംസ് എന്ന് പറയുന്നത്? 5 ഫോംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബേസ് ഓർ ഇൻഫിനിറ്റീവ് ഫോം. അപ്പോൾ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ബേസ് വേർഡ്, റീഡ്, റൈറ്റ്, ഓക്കെ, ലിസൺ, അങ്ങനെയുള്ള ബേസ് ഫോംസ്. ഇനി അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ 2+ ബേസ് ഫോം. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ടു റീഡ്, ടു പ്ലേ, ടു റൈറ്റ്, ടു ഓക്കെ, അങ്ങനെയുള്ള 2+ ബേസ് ഫോം ഓഫ് ദ വേർബാണ് നമ്മളെന്ത് പറയുന്നത്? അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ, അല്ലെങ്കിൽ അതാണ് ഫസ്റ്റ് ഫോം. ഇനി V1 ഫോമാണ് പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റിലുള്ള ഫോം എന്ന് പറയുന്നത്. V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. V4 എന്ന് പറയുന്നത് ING ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഫോം? ബേസ് ഓർ ഇൻഫിനിറ്റീവ് ഫോം, പ്രസൻറ്റ് ടെൻസ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ പ്രസൻറ്റ് ടെൻസ് ഫോം. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ ബി എന്നുള്ള ബേസ് വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഈസ്, ആം, ആറ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വോസ് ഓർ വേർ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ബീന്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ബീയിങ്. ഓക്കെ, അടുത്തത് ടു ഡു അല്ലെങ്കിൽ ഡു എന്ന് പറയുന്ന ബേസ് ഫോമിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഡു ഓർ ഡസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഡിഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഡൺ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഡൂയിങ്. ഓക്കെ, അപ്പോൾ അതേപോലെ ടു ഹാവ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളതിന് ഹാസ്, ഹാവ്, ഹാഡ്, ഹാഡ്, ഹാവിങ്. ഗോ, ഗോസ് ഓർ ഗോ. വെൻറ്റ്, ഗോൺ, ഗോയിങ്. അടുത്തത് റീഡ്, ടു റീഡ്, reads or read, 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 read. ഓക്കെ, അടുത്തത് walk, to walk, walks or walk, walked, walked. To talk, talk, talk or talks, talked, talked, talking. Put, to put, puts, put, 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 putting. Deal, deals, deal, dealt, dealt, dealing. Cut, to cut, cuts or cut, 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 cutting. To spread or spread, spreads, spread, spread, spread. ഓക്കെ, ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ഇറഗുലറും റെഗുലറും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫോംസ് ഉണ്ടാവും. ആ റെഗുലർ ഫോംസിൻ്റെ V2 V3 നമുക്ക് ആഡിങ് ED ടു ദ V1. അതായത് ഉദാഹരണം പറഞ്ഞാൽ വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, പ്ലാന്റ്, പ്ലാന്റഡ്, പ്ലാന്റഡ്,
walk, walked, walked, marry, married, married, hate, hated, hated, call, called, called, watch, watched, watched, fix, fixed, fixed, loft, loft, loft. സോ നമുക്ക് ഇ ഡി ആഡ് ചെയ്താൽ നമുക്ക് V2 V3 കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? റെഗുലർ എന്ന് പറയും. എന്നാൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് ആ ഫോംസ് അങ്ങനെ കിട്ടുകയില്ല. സോ നമ്മൾ അങ്ങനെ റെഗുലർ അല്ലാത്ത ചില ഫോംസ് ഉണ്ട്, അതിനെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയും. കോസ്റ്റ്, 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 പുട്ട്, 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 കട്ട്, 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 ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്, ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്, കം, കെയിം, കം, become, became, become, begin, began, begun, go, went, gone, take, took, taken. മനസ്സിലായോ? അപ്പം ഈ ഇറഗുലർ വെബ്സിന് മൂന്നോ അതിൽ കൂടുതൽ ഫോംസ് ഉണ്ട്. മെയിനായിട്ട് ദേ ഹാവ് സെയിം V1 V2 V3, അതായത് 3 ഫോംസ് ഒരേപോലെ ഇരിക്കും. കോസ്റ്റ്, 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 റെഡ്, റീഡ്, റെഡ്, റെഡ്, റീഡ്, റെഡ്, റെഡ്, കട്ട്, 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 പുട്ട്, 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 അതെന്താണ്? ഇറഗുലർ ആണ്. അല്ലെങ്കിൽ ദേ ഹാവ് സെയിം V2 ആൻഡ് V3. ഓക്കെ, ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. പക്ഷെ നമുക്ക് വ്യത്യാസം എന്താണ്? സാധാരണഗതിയിൽ ഇ ഡി ആഡ് ചെയ്താലാണ് കിട്ടുന്നത്. ഇവിടെ പക്ഷേ ഇ ഡി ആഡ് ചെയ്യാതെ നോർമൽ രീതിയിലാണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഡിഫറെൻറ്റ് V1 V2 V3, അതായത് V1ഉം V2ഉം V3 ഡിഫറെൻ്റ് ആണെങ്കിൽ അതും എന്താണ്? ഇറഗുലർ വെബ്സ് ആണ്. അതിന് ഉദാഹരണം എന്താണ്? ഗോ, വെൻറ്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൺ, ബിഗിൻ, ബിഗാൻ, ബിഗൺ. ഓക്കെ, മനസ്സിലായോ? അപ്പം റെഗുലർ വെബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ V2 V3 കിട്ടും. ഇനി അതല്ല, അങ്ങനെ അല്ലാത്ത വേർബ്സിനെ നമ്മൾ ഇറഗുലർ വെബ്സ് എന്ന് പറയും. ഓക്കെ, സോ നമ്മളിപ്പം മെയിൻ വെർബിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, പിന്നെ റെഗുലർ ആൻഡ് ഇറഗുലർ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ലിങ്കിങ് ഓർ കോപ്പിലാർ വെർബ്. എന്താണ് ലിങ്കിങ് ഓർ കോപ്പിലാർ വെർബ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കണക്ട്സ് എ സബ്ജക്റ്റ് വിത്ത് എ നൗൺ, അഡ്ജക്റ്റീവ് ഓർ വേർഡ് ഫ്രേസ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? സബ്ജക്റ്റും സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെർബാണ് ലിങ്കിങ് ഓർ കോപ്പിലാർ വെർബ്. അപ്പോൾ കോപ്പിലാർ വെർബിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വെർബ് ഓർ കോപ്പുലർ വെർബ് പ്ലസ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ സബ്ജക്റ്റിനെ അതിൻ്റെ അഡ്ജക്റ്റീവുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു നൗണുമായിട്ടോ അല്ലെങ്കിൽ ഒരു വേർഡ് ഫ്രേസുമായിട്ടോ ബന്ധിപ്പിക്കുന്ന വേർബിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലിങ്കിങ് ഓർ കോപ്പുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഷേബ ഈസ് ടയേർഡ്. ഷേബ ഈസ് ടയേർഡ്. അപ്പോൾ ഷേബ ക്ഷീണിതയാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു ഫിസിക്കൽ ആക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു സ്റ്റേറ്റുമല്ല. ഇത് പക്ഷെ എന്താണ്? ഷേബ ക്ഷീണിതയാണ്. ഷേബയെക്കുറിച്ചുള്ള അഡ്ജക്റ്റീവാണ് എന്ത്? ടയേർഡ് എന്നുള്ളത്. സോ ഇവിടെ ഈസ് എന്നുള്ളത് ലിങ്ക് ചെയ്യുകയാണ്. സോ ഇവിടെ ഈസ് എന്ന് പറയുന്നത് എന്താണ്? ലിങ്കിങ് അല്ലെങ്കിൽ കോപ്പുലർ വെർബാണ്. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. അത് കൊള്ളാം എന്ന് തോന്നുന്നു. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. ദാറ്റിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താണോ അതിനെ വിശേഷിപ്പിക്കുകയാണ് ഗുഡ് എന്നുള്ളത്. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. അത് നല്ലതായിട്ട് തോന്നുന്നു. സോ അവിടെ സൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ലിങ്കിങ് ഓർ കോപ്പുലർ വെർബാണ്. ഹി അപ്പിയേഴ്സ് ഓസം. ഹി അപ്പിയേഴ്സ്. അവൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹി അപ്പിയേഴ്സ് ഓസം. സോ അവൻ്റെ വിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി, അവൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഓസം. ഹി അപ്പിയേഴ്സ് ഓസം. സോ അവിടെ അപ്പിയേഴ്സ് എന്താ ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നു. നാലാമത്, ഹീ സ്മെൽസ് നൈസ്ലി. അവനെ നല്ല മണം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നുണ്ട്. ഹീ സ്മെൽസ് നൈസ്ലി. അപ്പോൾ ഹീ എന്നുള്ളത് സബ്ജക്റ്റും നൈസ്ലി എന്നുള്ളത് അതിൻ്റെ കോംപ്ലിമെൻറ്റുമാണ്. സോ അതിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? സ്മെൽസ് ആണ്. കോഫി ഫീൽസ് ഗുഡ് ഫോർ ദ എനർജി. കോഫി ഫീൽസ് ഗുഡ് ഫോർ ദ എനർജി. ഇവിടെ നോക്കി, ഗുഡ് ഫോർ ദ എനർജി എന്നുള്ള വേർഡ് ഫ്രേസിനെ കോഫിയുമായിട്ട് അല്ലെ കോഫി എന്ന നൗണുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോഫിയുടെ ഒരു അഡ്ജക്റ്റീവ് പോലെയാണ് ഈ വേർഡ് ഫ്രേസ് ആക്ട് ചെയ്യുന്നത്. ഏതാ? ഗുഡ് ഫോർ എനർജി. കോഫിയുടെ ഒരു ഫീച്ചർ പറയുകയാണ്, ഇൻഫർമേഷൻ പറയുകയാണ്. അതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോഫി ഫീൽസ് ഗുഡ് ഫോർ ദ എനർജി. മനസ്സിലായോ? അടുത്തത്, ബെൻ സീംസ് വറീഡ് ആഫ്റ്റർ the presentation. Ben seems worried after the presentation.
അപ്പോൾ ഇവിടെ നോക്കുക, സീംസ് എന്നുള്ളത് എന്താണ്? സീംസ് എന്നുള്ളത് എന്താണ്? അവിടുത്തെ ലിങ്കിങ് വെർബാണ്. എങ്ങനെ അവൻ കാണുന്നു? ബെൻ സീംസ് വറീഡ്. അവൻ എന്ത് ചെയ്തു? വിഷമ സ്ഥിതിയിൽ കാണപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ഭയങ്കര അസ്വസ്ഥനായി കാണപ്പെട്ടു. ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ. അപ്പോൾ അത് അത്രയും ഒറ്റ വേർഡ് ഫ്രേസ് ആണ്. അതിനെ ബെന്നുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ബെൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള വറീഡ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ. ബെൻ വറീഡ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ. അപ്പോൾ അതിനെ എങ്ങനെ ലിങ്ക് ചെയ്തു? സീംസ് എന്ന വേർബും കൊണ്ട് ലിങ്ക് ചെയ്തു. സോ അവിടെ സീംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിങ്കിങ് അല്ലെങ്കിൽ കോപ്പുലർ വെർബാണ്. ജോൺ ബിക്കെയിം എ മാസ്റ്റർ ഓഫ് ആർട്സ്. ജോൺ ബിക്കെയിം എ മാസ്റ്റർ ഓഫ് ആർട്സ്. അപ്പോൾ അവിടെ എന്താണ്? ജോണിൻ്റെ ഫീച്ചർ പറയുകയാണ്. ജോൺ എന്ന് പറയുന്ന ആരാണ്? എ മാസ്റ്റർ ഓഫ് ആർട്സ് ആണ്. അപ്പോൾ അതിനെ ലിങ്ക് ചെയ്ത് എങ്ങനെയാണ്? ബിക്കെയിം. ജോൺ ഒരു ആർട്സിൻ്റെ മാസ്റ്ററായി. സോ ജോൺ ബിക്കെയിം എ മാസ്റ്റർ ഓഫ് ആർട്സ്. അവിടെ ബിക്കെയിം എന്നുള്ളത് എന്താണ്? ലിങ്കിങ് ഓർ കോപ്പുലർ വെർബാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഫൈനൈറ്റ് വെർബിൻ്റെ ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള മെയിൻ ഓർ ലെക്സിക്കൽ വെർബും ലിങ്കിങ് ഓർ കോപ്പുലർ വെർബുമാണ്. അതിൽ മെയിൻ വെർബിൻ്റെ സ്റ്റേറ്റീവ് ഓർ ഡൈനാമിക് വെർബ് നമ്മൾ ഇന്ന് പഠിച്ചു. അതേപോലെ തന്നെ റെഗുലർ ആൻഡ് ഇറഗുലർ നമ്മൾ പഠിച്ചു. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഓക്സിലറി വെർബ്സ് 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സും ഉണ്ട്, മോഡൽ ഓക്സിലറി വെർബ്സും ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതിനുശേഷം നമ്മൾ എന്താണ്, ഇനി നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. നോൺ ഫൈനൈറ്റ് വെർബ്സിൽ അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹവ ഇംഗ്ലീഷ്. ഓക്കെ, അഹവ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ ഈ അവസ്ഥകളൊക്കെ മാറി നമുക്ക് നല്ല വിജയങ്ങൾ കൈവരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ടിനും നന്ദി. തുടർന്നും അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.